ഹായ്ടാ മക്കളെ, എടാ മച്ചാമാരെ, ഇന്നലത്തെ ലൈവിനിരുന്ന മക്കൾക്ക് ഉറപ്പാണ് ഫുൾ മാർക്കോ അല്ലെങ്കിൽ A+ ഉറപ്പാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. നമ്മളടാ മറ്റേ മണി മാത്സിലെയൊക്കെ പ്രോബ്ലംസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് 4-5 ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. ഹായ് സാർ, നല്ല സുഖമുണ്ട് ഇന്നലെ ക്ലാസ്സിലിരുന്നോണ്ട് ആണല്ലോ. അങ്ങനെയെങ്കിൽ നമുക്കിടാ ഓടിച്ചാടിയിട്ട് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം സാറേ. അങ്ങനെയെങ്കിൽ ആദ്യത്തെ ചോദ്യം, ഇവിടെ AB-യും AC-യും ഈക്വലാ, ഈ രണ്ട് സൈഡ് ഈക്വൽ ആണെന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ആംഗിൾ C എത്ര, ഈ കോൺ എത്ര എന്ന് പറഞ്ഞത്. മുത്തേ, ഈ രണ്ട് സൈഡ് ഈക്വൽ ആണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾസും ഈക്വൽ ആയിക്കല്ലോ. അപ്പോൾ ഇത് 55 ആണെങ്കിൽ ഇതും 55. ഇനി ഇത് രണ്ടും 55 ആണെങ്കിൽ ടോട്ടൽ ഇത് രണ്ടും കൂടി 110 ആയി. അപ്പോൾ ബാക്കി 70 അല്ലേ ഇവിടെ ഉണ്ടാകുക. അപ്പോൾ ആംഗിൾ എയും കിട്ടി. സിമ്പിൾ അല്ലേ. അടുത്തത്, ഒരു പോളിഗണിന്റെ അകത്തുള്ള കോൺ എത്ര, 135. സാറേ അപ്പോൾ പുറത്ത് എത്രയായിരിക്കും? 45. കാരണം എന്താ, ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 180 ആണ് സാറേ. ഇനിയോ എത്ര സൈഡ് ഉണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾക്കറിയാം. പോളിഗണിന്റെ പുറത്തുള്ള എല്ലാ കോണും കൂടി കൂട്ടിയാൽ എത്ര? 360. പുറത്തുള്ള ഓരോ ആംഗിളും എത്ര? 45. അപ്പോൾ 360 45 കൊണ്ട് അടിച്ചാൽ നമുക്ക് കിട്ടും. യെസ് സാർ, 8. സെറ്റ് ആണല്ലോടാ. നല്ല രസമുള്ള ക്വസ്റ്റ്യൻസ്. അങ്ങനെയെങ്കിൽ 20,000 ഉറുപ്പ്യ നിക്ഷേപിച്ചു, 6% വർഷത്തിലാണ് കണക്ക് കൂട്ടുന്നത്. 2 വർഷം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? യെസ്, എന്താണ്? പി ഇവിടെ 20,000 ആണ്, R എത്രയാണ്? 6%, N 2 ആണ്. ഇക്വേഷൻ കൊടുക്കുന്നു, നമുക്ക് ആൻസർ കിട്ടും 22,472. ബി ക്വസ്റ്റ്യൻ, ഇൻട്രസ്റ്റ് എത്രയാണ് കിട്ടുക എന്നാ ചോദിച്ചത്. മുത്തേ, ഇതെന്താണ് ഓലിട്ട പലിശ, ഓലെ കയ്യിലുള്ള പലിശ അല്ലേ, ആദ്യം ഉള്ള പൈസയാണ്. അതിൽ നിന്ന് എത്ര റുപ്യ ഇവിടെ അധികമാകുന്നേ? 4,700, നോക്കി, 20,000 എന്നുള്ളത് 22,472. അപ്പോൾ നോക്കി, ഇതിൽ നിന്ന് ഈ മുതൽ 20,000 കുറച്ച് നോക്കി, ബാക്കി 2,472 അല്ലേ എക്സ്ട്രാ കിട്ടുന്ന ഇൻട്രസ്റ്റ് ആയിട്ട്. അതാ ചോദിച്ചത്. ഇതൊക്കെ നമ്മൾ ഇന്നലെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന പ്രോബ്ലം തന്നെയാണ്. അതിൻ്റെ ഒരു നല്ല സന്തോഷം എനിക്ക് ഉണ്ട് കേട്ടോ. സോ അടുത്ത ക്വസ്റ്റ്യന്, ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിൽ എന്തോ ഒരു ബന്ധം ഉണ്ട് എന്ന് ഇവിടെ പറഞ്ഞു. എന്താണ്? ലെങ്ത്തിനെ ഞാൻ എക്സ് എന്ന് എടുക്കുകയാണെങ്കിൽ ബ്രെഡ്ത്ത് എന്തായിരിക്കും മുത്തേ? 3x + 2 ആയിരിക്കും. കാരണം എന്താ, ലെങ്ത്തിന്റെ 3 മടങ്ങാണ് 3x. അതിനോട് 2 കൂട്ടുന്നതാ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞത്. അപ്പോൾ ബ്രെഡ്ത്ത് എന്തായിരിക്കും? 3x + 2 ആയിരിക്കും. ഓക്കെ, അങ്ങനെ ഇത് കിട്ടി. അതിന്റെ മുന്നേ എന്തായാലും ചോദ്യം, ലെങ്ത്തും ബ്രെഡ്ത്തും കൂടി കൂട്ടിയാൽ എത്ര? നോക്കടാ, പെരിമീറ്റർ 44. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? 2 × ലെങ്ത്ത് + ബ്രെഡ്ത്ത് ആണ് 44. അപ്പോൾ ലെങ്ത്ത് + ബ്രെഡ്ത്ത് കിട്ടണമെങ്കിൽ ഈ 2 അങ്ങോട്ട് കൊണ്ടുപോയാൽ പോരെ. അപ്പോൾ 44 ഹരിക്കണം 2 എത്ര? 22 അല്ലേ. ഓക്കെ, ഇനി ലെങ്ത്തും ബ്രെഡ്ത്തും കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് ആദ്യം ലെങ്ത്തിന് എക്സ്, ബ്രെഡ്ത്തിന് എങ്ങനെയും എടുത്തു. പെരിമീറ്റർ 44 എന്ന് പറഞ്ഞു. ഇതാണ് പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ. ഈക്വൽ ടു അത് 44 ആണ്. സോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് റീഅറേഞ്ച് ചെയ്തു. ലെങ്ത്ത് 5, ബ്രെഡ്ത്ത് 17. ഇത് നോക്കുമ്പോഴത്തെ ഇവിടെ 120 തന്നിട്ടുണ്ട് സാറേ. അപ്പോൾ ഉറപ്പായിട്ട് ഇവിടെ 60 വരും. കാരണം എന്താ, ഇത് രണ്ടും രേഖീയ ജോഡിയാണ് അല്ലേ, ലീനിയർ പെയർ ആണ്, ഒരു ലൈൻ്റെ മുകളിലാണ്. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ, AOC എത്രയാണ്? 60 ഡിഗ്രി ആണ് സാറേ. ഇനി OAC എത്രയാണ്? ഇത് എത്ര എന്നാണ് മുത്തേ ചോദിച്ചത്. അതിന് നമ്മളൊരു കാര്യം അറിഞ്ഞിരിക്കണം സാർ. ഇത് ഡയമീറ്റർ ആണല്ലോ. ആണ് സാർ. അപ്പോൾ ഇത് സെൻറ്റർ അല്ലേ. ഓക്കെ, അപ്പോൾ OAയും OCയും എന്താ മുത്തുമണികളെ? സാർ, ഈ വൃത്തത്തിൻ്റെ ആരങ്ങളാണ്. അപ്പോൾ OAയും OCയും സെയിം അല്ലേ? ആണ് സാർ. അപ്പോൾ OAക്ക് എതിരെയുള്ള ഈ കോണും OC, ഈ OC അല്ലെങ്കിൽ OAയും OCയും എന്താണ്? ആരാണ്? സോ ഈക്വൽ ആണ്. സോ OCക്ക് എതിരെയുള്ള ഈ കോണും OAക്ക് എതിരെയുള്ള ഈ കോണും, ഈ രണ്ട് കോണും എന്തായിരിക്കുംടാ? ഈ രണ്ട് കോണും ഈക്വൽ ആയിരിക്കും. നമുക്കറിയാം ത്രികോണത്തിന്റെ 3 കോണും കൂടി കൂട്ടിയാൽ 180. 60 ഇവിടെ വന്നല്ലോ. അപ്പോൾ 180 60 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 120 അല്ലേ ഉള്ളത്. ആ 120 അല്ലേ ഇവൽ രണ്ടാളും കൂടി കൂട്ടിയാൽ കിട്ടണ്ടേ. ഇവൽ രണ്ടാളും തുല്യമാണെന്ന് ഇപ്പോൾ പറഞ്ഞില്ലേ. അപ്പോൾ ഈ രണ്ടാളും എത്ര ഉണ്ടാവും? 60 വെച്ചുണ്ടാവും. അപ്പോൾ OAC എന്ന് പറഞ്ഞ ഈ ആംഗിൾ എത്ര സാറേ? 60 ഡിഗ്രി. ഇന്നലെ ചെയ്തിക്ക് ഇതേ ക്വസ്റ്റ്യൻ ഇന്നലെ ചെയ്തിക്ക്, ചിത്രം മാറിയെന്നേ ഉള്ളൂ. സെയിം കൺസെപ്റ്റ് ക്വസ്റ്റ്യൻ ഇന്നലെ ചെയ്തിക്ക്. അത് ചെയ്തവർക്കൊക്കെ അത് ചെയ്യാൻ പറ്റും. ഇനി റേഡിയസ് എത്ര എന്നാമത്തെ ചോദിച്ചേ. എടാ നോക്കി, എല്ലാ ആംഗിളും 60 ആണെന്ന് നമുക്കിപ്പോൾ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞല്ലോ. അങ്ങനെയെങ്കിൽ ഇത് എന്ത് ത്രികോണ സാറേ? സമഭുജ ത്രികോണം അല്ലെങ്കിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണല്ലോ. ഒരു സൈഡ് എത്ര എന്ന് തന്നിട്ടുണ്ട്? 5. അപ്പോൾ ഈ സൈഡും ഒക്കെ 5 തന്നെയല്ലേ. ഈ സൈഡ് 5 എന്ന് പറഞ്ഞാൽ ഇതല്ലേ റേഡിയസ് വൃത്തത്തിന്റെ. ആണ് സാർ. അപ്പോൾ റേഡിയസ് 5 തൂഫാന്. ഓക്കെ, ഇനിയോ 40,000 ഉറുപ്പ്യ നിക്ഷേപിച്ചു. സോ പി എത്രയാണ്? 40,000 ആണ്. ഓക്കെ, ഹാഫ് ഇയർലി എന്താണ് പറഞ്ഞത്? യെസ്, 6 മാസം കൂടുമ്പോൾ കണക്ക് കൂട്ടുന്നാണ് പറഞ്ഞത്. വർഷത്തെ 10% പലിശ. ഓക്കെ, ഒരു വർഷം കഴിഞ്ഞപ്പോൾ 15,000 ഉറുപ്പ്യ പിൻവലിച്ചു. അങ്ങനെയെങ്കിൽ ഈ 15,000 ഉറുപ്പ്യ പിൻവലിച്ചപ്പോൾ
അവളുടെ ബാങ്കിൽ എത്ര ബാലൻസ് ഉണ്ട്. സോ ഒരു വർഷത്തിന് ശേഷമുള്ളതാണ് നമുക്ക് കാണേണ്ടി. അപ്പോൾ പ്രിൻസിപ്പൽ എഴുതി. ഇനി റേറ്റ് 12 മാസത്തേക്കാണ് 10%. നമ്മുടെ ബാങ്ക് 6 മാസത്തിലൊരിക്കലാണ് കണക്ക് കൂട്ടുന്നത്. സോ 6 മാസത്തേക്ക് എത്ര? 5%. നമ്മുടെ റേറ്റ് 5%. ഇനി മുത്തേ നോക്ക്, ഒരു കൊല്ലം കഴിഞ്ഞിട്ടുള്ളതാണ് പറഞ്ഞത് എന്ന് വെച്ച് എന്നെ ഒന്നും എഴുതാൻ പാടുണ്ടോ? ഇല്ല സാർ, 6 മാസത്തിലൊരിക്കലാണ് പലിശ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ഒരു കൊല്ലം കൊണ്ട് 2 തവണ കൂട്ടും. അപ്പോൾ എന്നെ എത്ര? 2. അത് വെച്ച് നമ്മൾ ഇക്വേഷൻ എഴുതി ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ 44,100 റുപ്യാണ് ഓൻ്റെ ബാങ്കിൽ ഉണ്ടാകുക. പക്ഷേ അതിൽ നിന്നും 15,000 റുപ്യ പിൻവലിച്ചു. അങ്ങനെയെങ്കിൽ അത് കുറച്ചപ്പം ബാക്കി നമുക്ക് കിട്ടി. ഒരു കൊല്ലം കഴിഞ്ഞ് എത്ര റുപ്യ ഉണ്ടാകുക? 29,100. ഇനി ക്വസ്റ്റ്യൻ അത് തൂഫാനാണ്. 29,100. ഇനി നമ്മളോട് ചോദിക്കുകയാണ് 6 മാസം കൂടി കഴിഞ്ഞാൽ ബാങ്കിൽ എത്ര റുപ്യ ഉണ്ടാവും? ഇപ്പം എത്ര റുപ്യ ഉള്ളത്? 29,100. അപ്പോൾ ഇപ്പം കയ്യിൽ 29,100. അവിടെ എത്ര റേറ്റ് കൊടുക്കുന്നത്? 5%. ഓക്കെ. 6 മാസം കഴിയുമ്പോൾ എത്ര തവണ കണക്കൂട്ട് പലിശ? ഒരു തവണ. അപ്പോൾ ഇവിടെയും നമുക്ക് ഡീറ്റെയിൽസ് കിട്ടിയല്ലോ. സോ വീണ്ടും നമ്മളെ നമ്മുടെ ആ ഇക്വേഷൻ, മൊത്തം ഇക്വേഷൻ ഞാൻ ഇതായിട്ടാണ്, ഇതാണ് ഇക്വേഷൻ. ആ ഇക്വേഷനിൽ നമ്മൾ വാല്യൂ കൊടുത്താൽ ഇങ്ങനെ ആയി കിട്ടും. സോ നമുക്ക് കിട്ടും 30,555 റുപ്യാണ് ഓൻ്റെ കയ്യിലുണ്ടായ. ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒന്നുമില്ല, ഇതൊരു കലണ്ടറിലെ നമ്പേഴ്സാണ് മാർക്ക് ചെയ്തത് അല്ലേ. 8, 9, 10. പിന്നെ 8ൻ്റെ താഴെ എത്ര ഉണ്ടാകുക? നോക്കട്ടെ, ഇതിപ്പോൾ ചൊവ്വാണെന്ന് വിചാരിക്കുക. ഈ 8-ാം തീയതി ചൊവ്വാഴ്ച ആണെങ്കിൽ, അല്ലെങ്കിൽ ചൊവ്വാഴ്ച 8-ാം തീയതി ആണെങ്കിൽ അടുത്ത ചൊവ്വാഴ്ച എന്നാ വരിക? അതിനെക്കാട്ടിൽ 7 കൂട്ടണം അല്ലേ. 7 കൂട്ടണം സാറേ. 7 കൂട്ടുമ്പോഴാണ് അടുത്തത് വരുന്നത്. അപ്പോൾ യെസ്, ഡയഗണൽ പെയേഴ്സ് എഴുതാൻ പറഞ്ഞു. ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഇതല്ലേ, ഇങ്ങനെയുള്ള പെയേഴ്സ് എഴുതാൻ പറഞ്ഞു. സിമ്പിൾ അല്ലേടാ. 8ഉം 24ഉം ആണ് പെയർ, അതിവിടെ എഴുതി. 10ഉം 22ഉം ആണ്, അല്ലെ 22ഉം 10ഉം ആണ് പെയർ, അതിവിടെ എഴുതി. ഇനിയോ ഡിഫറൻസ് ഓഫ് സം ഓഫ് ഡയഗണൽ പെയേഴ്സ്. ഈ ഡയഗണൽ കൂട്ടിയിട്ട്, അതായത് ഈ ഡയഗണലോട് കൂട്ടുക. പിന്നെയോ ഓക്കെ, നോക്ക് ഈ ഡയഗണലോട് കൂട്ടിയ എത്ര? 32. ഇനിയോ ഈ ഡയഗണലോട് കൂട്ടിയ വികരണോട് കൂട്ടിയ എത്ര? 32. അത് തമ്മിൽ കുറയ്ക്കാനാണ് പറഞ്ഞത്. അപ്പോൾ 32 - 32 എത്ര? 0 കിട്ടി. ഇനിയോ ഇത് ഓൾജിബ്ര ഉപയോഗിച്ച് അല്ലെങ്കിൽ ബീജഗണിതം ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊരു പ്രത്യേക കലണ്ടറിൻ്റെ മാത്രം കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ഈ കലണ്ടറിൻ്റെ അതേ രീതിയിൽ നമ്മൾ ജനറൽ ആയിട്ട് ഇത് പറയാൻ ശ്രമിച്ചു. ഈ ആദ്യത്തെ നമ്പറിനെ നമ്മൾ എക്സ് എന്ന് കൊടുത്തു. അപ്പോൾ അടുത്ത എത്ര? അവിടെ 8 കഴിഞ്ഞാൽ 9 അല്ലേ. അപ്പോൾ x+1 പിന്നെ x+2. ഇനി ഇവിടുന്ന് താഴോട്ട് വരുമ്പോൾ 8-നേക്കാട്ടിലും 7 ആണ് ഇവിടെ കൂടുതൽ അല്ലേ. അങ്ങനെയാണ് 15 ആയത്. അപ്പോൾ എക്സിനെക്കാട്ടിലും 7 ഇവിടെ കൂടും. അടുത്തതിൽ x+8 x+9, വീണ്ടും x+7-നേക്കാട്ടിലും 7 കൂടും. x+14 x+15 x+16. ഇനി ഡയഗണൽ ആയിട്ടുള്ള ആരൊക്കെ? എക്സും x+16ഉം, അതുപോലെ x+2ഉം x+14ഉം. സോ ഇത് രണ്ടും കൂടി ഞാൻ കൂട്ടുമ്പോൾ x+2 + x+14. ഓക്കെ. ഇനിയോ ഇത് രണ്ടും കൂടി ഞാൻ കൂട്ടുമ്പോൾ x. ഇനിയോ x+16. ഓക്കെ. ഇനിയോ ഇതിനകത്ത് ആരാളുള്ളത്? എക്സും എക്സും 2x, 2ഉം 14ഉം 16 മൈനസ് ഇതിനകത്തും ആരാളുള്ളത്? 2x + 16. നോക്ക് മുത്തേ, 2x + 16ന് എന്താ കുറയ്ക്കുന്നത്? 2x + 16 എന്നാ കുറയ്ക്കുന്നത്? അപ്പോൾ ഉറപ്പായിട്ടും 0 അല്ലേ കിട്ടുക. അപ്പോൾ ആൾജിബ്ര ഉപയോഗിച്ച് നമ്മൾ ഇത് എക്സ്പ്ലെയിനും ചെയ്ത് കഴിഞ്ഞു. പിന്നെ എന്താ ഉള്ളത്? ഇന്നലെ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ, ഒരു ടിവിൻ്റെ വില ഇങ്ങനെ 5% കുറയുന്നു എന്ന് നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ അവിടെ നമ്മൾ റേറ്റ് -5% എന്ന് കൊടുത്തു. ഇവിടെ കൂടുന്നു എന്നാണ് പറഞ്ഞ 5%. അപ്പോൾ റേറ്റ് എന്താ? 5%. ഓക്കെ. ഇന്നലെ കുറേ ആയതുകൊണ്ടാണ് -5 പറഞ്ഞത്. അത് ഞാൻ പ്രത്യേകം പറഞ്ഞു, ഓർമ്മ ഉണ്ടാവും അല്ലേ. ഓക്കെ. അങ്ങനെയെങ്കിൽ യെസ്, 50,000 ആണ് ഇപ്പം ലാപ്ടോപ്പിൻ്റെ വില. R = 5% എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലത്തിൽ 5% കുറയുന്നത്. ഒരു കൊല്ലം കഴിഞ്ഞിട്ടുള്ളതാണ് ചോദിച്ചത് അല്ലേ. ഓക്കെ. അങ്ങനെയെങ്കിൽ നമുക്കറിയാലോ ഇതിൻ്റെ ഇക്വേഷൻ, കൂട്ടുപലിശൻ്റെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ. സോ അത് എഴുതുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് കിട്ടി 52,500. ഒരു വർഷം കഴിഞ്ഞാൽ ഇതിൻ്റെ വില എത്രയായിരിക്കും? 52,500. ഇനിയോ ആഫ്റ്റർ 2 years, 2 വർഷം കഴിഞ്ഞിട്ട് വാട്ട് വിൽ ബി ദ എമൗണ്ട് ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് ലാപ്ടോപ്പ്. അതായത് ഇപ്പം 50,000 ആണ്, 2 വർഷം കഴിഞ്ഞാൽ എത്രയാണ് കൂടുക എന്നാണ് ചോദിച്ചത്. സോ ഇപ്പം 50,000, റേറ്റ് 5%, എന്നെത്ര? 2 വർഷം കഴിഞ്ഞിട്ടുള്ള ചോദിക്കുന്നത്. സോ നമ്മൾ ഇക്വേഷൻ എഴുതി. അപ്പോൾ 2 വർഷം കഴിഞ്ഞുള്ള വില 55,125. ഇപ്പം 50,000 ഉള്ളതിന്. അപ്പോൾ എത്ര കൂടി? 5,125. സിമ്പിൾ അല്ലേ. അയ്യോ തീർന്നു പോയോ? എടാ തീർന്നു പോയി. അപ്പോൾ നോക്കടാ, മണി മാത്സിൽ നിന്ന് എത്ര ക്വസ്റ്റ്യനാ? 1, 2, അതുപോലെ 3. ഓക്കെ, 3 ക്വസ്റ്റ്യൻ മണി മാത്സിൽ നിന്ന്. അതുപോലെ നമ്മൾ പഠിച്ച പോളിഗൺസിൽ നിന്നും ഈക്വൽ ട്രയാങ്കിൾസിൽ നിന്നും ഒക്കെ ചോദിച്ചു. സോ എല്ലാവരും അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എല്ലാവർക്കും നല്ലോണം സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. സോ അടുത്ത എക്സാം ഒക്കെ ആകുമ്പോഴേക്ക് നമ്മൾ ഇനിയും നേരത്തെ പഠിച്ചു തുടങ്ങിയിട്ട് ഫുൾ മാർക്ക്, ഇപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ A+ ആയിരിക്കും. ആ A+ നമ്മൾ എന്തിലേക്ക് എത്തിക്കണം? ഫുൾ മാർക്കിലേക്ക് എത്തിക്കണം. സോ എല്ലാവരും കൂടെ തന്നെ ഉണ്ടാവണം. നിങ്ങളെ കൂടെ എജുപോർട്ട് ഉണ്ട്. ഓക്കെടാ, ശരി, ബൈ. മക്കളെ, ഇന്നത്തെ
ഇന്നത്തെ മാത്സ് പരീക്ഷ നിങ്ങൾ അടിപൊളിയായിട്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും വിചാരിക്കുകയാണ്. നമ്മളെല്ലാ പഠിച്ച കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ആൻസേഴ്സ് എഴുതേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് പറഞ്ഞുതരാം. നമ്മൾ ഐഡന്റിറ്റീസും അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രാറ്റേഴ്സും ആയിരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവുക കേട്ടോ ഞാൻ. അപ്പോൾ നോക്കിക്കേ, എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy നമ്മൾ പഠിച്ച ഐഡന്റിറ്റി ആണ്. അത് വെച്ച് 101ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എങ്ങനെയായിരുന്നു എഴുതേണ്ടത്? 100 പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ കാണാം. ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ 100 ആണ്, വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. ഇത് വെച്ച് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കൃത്യമായിട്ട് കിട്ടും അല്ലേ? ഇനി നമുക്ക് റേഷ്യോ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ റേഷ്യോ നമ്മൾ അധികം പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു പ്രശ്നമില്ല, ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ ഉള്ള സെക്ഷൻ ആയിരുന്നു. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതിയില്ലെങ്കിലും നിങ്ങൾക്ക് പ്രശ്നമില്ല അല്ലേ? നമുക്ക് അല്ലാതെ തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇനി എന്നാലും റേഷ്യോ ഉള്ള ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കിക്കേ. റേഷ്യോയിൽ നമുക്ക് തന്നിട്ടുള്ളത് ബോയ്സ് ആൻഡ് ഗേൾസ് അവരുടെ നമ്പർ ആണ് 4:3 ആയിട്ട് തന്നത്. അപ്പോൾ നമുക്ക് 4/3 എന്ന് എഴുതാം റേഷ്യോനെ. ഇത് എന്തിനോട് ഈക്വൽ ആണ്? ഇത് റേഷ്യോ സിംപ്ലസ്റ്റ് ഫോം ആണ്. അപ്പം ഈ ക്ലാസ്സിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണത്തിന്റെ റേഷ്യോനോട് ഈക്വൽ ആണ്. അപ്പോൾ ബോയ്സിന്റെ നമ്പർ നമുക്ക് അറിയില്ല, അത് നമ്മൾ എക്സ് ആക്കി എടുക്കുക. ഗേൾസിന്റെ എണ്ണം 21 തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ബോയ്സിന്റെ എണ്ണം എക്സ് ഇസ് ഈക്വൽ ടു 4 × 21/3 എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 7 × 4 28 ആണ് ബോയ്സിന്റെ എണ്ണം എന്ന് കിട്ടും. ടോട്ടൽ നമ്പർ എത്ര കിട്ടുക? 21 + 28 49 ആണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ, ഇനി നോക്കിക്കേ, റോംബസിന്റെ നമ്മുടെ കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രാറ്റേഴ്സിലുള്ള ക്വസ്റ്റ്യൻ. എടാ, റോംബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയായിരുന്നു പാരലലോഗ്രാം ആണ്, എല്ലാത്തിന്റെയും സൈഡ് ഈക്വൽ ആയിട്ട് വരുന്ന പാരലലോഗ്രാം. അതിൽ AC നമ്മുടെ ഡയഗണൽ AC യും 8 സെന്റിമീറ്റർ ആണ്, BD എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആംഗിൾ AOD എന്താണെന്നുള്ളതാണ് ചോദ്യം. റോംബസിലെ സൈഡ് എന്ത് തന്നെ ആയാലും ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണല്ലോ. അപ്പൊ ഇവിടെ വരുന്ന ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലേ? ADന്റെ ലെങ്ത് എത്രയായിരിക്കും? ഈ സൈഡിന്റെ ലെങ്ത് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് അറിയാം ഡയഗണൽസ് ബൈസെക്ടിങ് ഈച്ചർ ആയതുകൊണ്ട് ഈ കഷ്ണം 4 ഉം ഈ കഷ്ണം 3 ഉം ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് യൂസ് ചെയ്താൽ മതി? ഇത് 90 ഡിഗ്രി ആയതുകൊണ്ട് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ പൈതഗോറസ് തിയറം യൂസ് ചെയ്താൽ മതി. അപ്പൊ √3² + 4², അതായത് 25ന്റെ റൂട്ട് 5 സെന്റിമീറ്റർ ആണ് AD വരിക. ഓക്കെ, ഇവിടെ ഈ ഒരു ട്രയാംഗിൾ നിങ്ങൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാണ് വേണ്ടത്. ഓൾ റൈറ്റ്, അടുത്ത് നോക്കിക്കേ, വീണ്ടും ഐഡന്റിറ്റീസ്. A + B × A - B, A² - B² എന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ A + 2 × A - 2 എന്താ? A² - 4. 2² എത്രയാ? 4 അല്ലേ? അപ്പൊ A² - 4 ആണ് വരുന്നത്. ഇനി അത് വെച്ചിട്ട് 5.6 ഹോൾ സ്ക്വയർ മൈനസ് 4.4² വന്ന് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇത് 5.6 + 4.4 × 5.6 - 4.4 എന്ന് എഴുതാം അല്ലേ? അത് ജസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ എന്താണെന്നുള്ളത് കിട്ടും. ഞാൻ അത് കാൽക്കുലേറ്റ് ചെയ്ത് നിൽക്കുന്നില്ല മക്കളെ, അത് കാൽക്കുലേഷൻ പോർഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് ഈ സാധനത്തിന് തിരിച്ചെത്രതാണ് നമ്മുടെ B പോർഷൻ. ഇനി നോക്കിക്കേ, അടുത്ത ക്വസ്റ്റ്യനും കൺസ്ട്രക്ഷൻ തന്നെയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇസ് ട്രൂ റിഗാർഡിംഗ് ദ ഡയഗണൽസ് ഓഫ് എ റെക്ടാംഗിൾ? എടാ, റെക്ടാംഗിളിന്റെ ഡയഗണൽസിന്റെ പ്രത്യേകതകൾ ഇതിൽ ഏതാണ് ട്രൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡയഗണൽസ് ഈക്വൽ ആണോ? റെക്ടാംഗിളിൽ ഈക്വൽ ആണ്, ഇത് ട്രൂ ആണ്. പാരലൽ ആണോ? ഡയഗണൽസ് ഇങ്ങനെയല്ലേ വരിക, പാരലൈൻസ് ഇങ്ങനെയല്ലേ വേണ്ടത്, അപ്പൊ ഇത് ട്രൂ അല്ല. ഇനി ഡയഗണൽസ് ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ഈച്ച് അതർ. പെർപെൻഡിക്കുലർ ആണോ? അല്ല, ബൈസെക്ടേഴ്സ് ആണ്, പക്ഷെ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് അല്ല അല്ലേ? അപ്പൊ ഇത് തെറ്റാണ്. ഡയഗണൽസ് ആർ ഡിഫറെന്റ് അല്ലേ? സെയിം ആയിരിക്കണം, അല്ല ഈക്വൽ ആണ് അല്ലേ? അപ്പൊ അതും തെറ്റാണ്, ഇതും തെറ്റാണ്. യെസ്, സോ ഡയഗണൽസ് ആർ ഈക്വൽ എന്നുള്ളത് മാത്രമാണ് ശരിയായിട്ടുള്ളത്. റെഡി? ഇനി നോക്കിക്കേ, നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഡ്രോ റെക്ടാംഗിൾ ഓഫ് സൈഡ് 5 സെന്റിമീറ്റർ ആൻഡ് ഡയഗണൽ 6 സെന്റിമീറ്റർ. നമ്മൾ എങ്ങനെയാ അങ്ങനെ ഡയഗണലും സൈഡും തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ടാ? നമ്മൾ ആദ്യം ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഇവിടെ ഇങ്ങനെ വരയ്ക്കുമായിരുന്നു അല്ലെ? 90 ഡിഗ്രി ആണ് എല്ലാ ആംഗിളും നമുക്കറിയാം. സോ ഒരു ബേസ്, ഒരു സൈഡ് 5 സെന്റിമീറ്ററും ഡയഗണൽ 6 സെന്റിമീറ്റർ ഉള്ള ട്രയാംഗിൾ വരച്ചിട്ട് ഇവിടെ കോമ്പസ് കുത്തിയിട്ട് ഇവിടേക്ക് ഒരു 5 സെന്റിമീറ്റർ ആർക്ക്, ഇവിടുന്ന് മേലേക്ക് ഈ മെഷർമെന്റ് എടുത്തിട്ട് ഇവിടുന്ന് മേലേക്ക് ഒരു ആർക്ക് വരയ്ക്കുക. ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റെക്ടാംഗിൾ ആയി. യെസ്, കൺസ്ട്രക്ഷൻ നമ്മൾ പറഞ്ഞതാണ്. വീണ്ടും കൺസ്ട്രക്ഷൻ നോക്കിക്കേ, ഒരു സ്ക്വയറും 2 റോംബസുകളും ജോയിൻ ചെയ്തിട്ടാണ് ഈ ഫിഗർ ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് നമ്മൾ വരയ്ക്കണം. അപ്പോൾ ആദ്യം നമുക്ക് 5 സെന്റിമീറ്റർ സൈഡുള്ള സ്ക്വയർ വരയ്ക്കാം അല്ലേ? 5 സെന്റിമീറ്റർ സൈഡുള്ള സ്ക്വയർ, സെറ്റ് സ്ക്വയർ വെച്ച് 90 ഡിഗ്രി വരയ്ക്കാൻ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതല്ലേ? അത് വെച്ച് സ്ക്വയർ വരയ്ക്കാം. ഇനി എന്താ? റോംബസ് വേണം. റോംബസ് വരയ്ക്കാൻ വേണ്ടി ഇതാ ഓൾറെഡി 40 ഡിഗ്രി ഇവിടെ തന്നിട്ടുണ്ട്. എടാ, ഒരു ആംഗിളും ഒരു സൈഡിന്റെ ലെങ്ത് ഉണ്ടെങ്കിൽ നമുക്ക് വരയ്ക്കാൻ അറിയില്ലേ എങ്ങനെ റോംബസ് വരയ്ക്കണ്ടേ? നമ്മളിതാ ഇത് 5 സെന്റിമീറ്റർ ആണ്, അപ്പോൾ അത് ബേസ് ആയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 40 ഡിഗ്രി നമ്മൾ പ്രൊട്രാക്ടറിൽ എടുത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇങ്ങനെ നിങ്ങൾക്ക് 5 സെന്റിമീറ്റർ നിങ്ങൾ കോമ്പസ് വെച്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് ഇന്റർസെക്ഷൻ എടുത്തിട്ട് നമ്മൾ വരച്ചിരുന്നു. ഒരു സൈഡും ഒരു ആംഗിളും തന്നിരുന്നെങ്കിൽ നമുക്കത് ചെയ്യാൻ അറിയാമായിരുന്നു. സോ ദിസ് ഇസ് ഇവിടെ ഇങ്ങനെ വരച്ച് കഴിയുമ്പോൾ റോംബസ് കിട്ടും. ഇത് 5 സെന്റിമീറ്റർ ആണ്, ഇവിടെ ഒരു 40 ഡിഗ്രി വരയ്ക്കുക. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കോമ്പസ് എടുത്ത് 5 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 5 മാർക്ക് ചെയ്യുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 5 മാർക്ക് ചെയ്യുക. ആ രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന പോയിന്റ് കൂട്ടിക്കഴിഞ്ഞാൽ റോംബസ് കിട്ടും. അതേപോലെ തന്നെ ഇവിടെ 40 ഡിഗ്രി എടുക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 5 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക, ഇവിടെ നിന്ന് ഒരു 5 സെന്റിമീറ്റർ ആർക്ക് വരയ്ക്കുക, ഇവിടെ നിന്ന് 5 സെന്റിമീറ്റർ ആർക്ക് വരയ്ക്കുക. രണ്ടും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ റോംബസ് കിട്ടും. യെസ്,
ഇനി അതേപോലെ തന്നെയാണ് മക്കളെ ഇതും. ഈ ക്വാഡ്രാറ്ററിലും നമുക്ക് 2 ട്രയാങ്കിൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ 2 ട്രയാങ്കിൾസ് ആയിട്ട് വരച്ചാൽ മതി. ആദ്യത്തെ ട്രയാങ്കിൾ എന്താ, ഒരു ബേസ് 6 സെന്റിമീറ്റർ വരയ്ക്കണം. എന്നിട്ട് മേലേക്ക് ഒരു 3 സെന്റിമീറ്റർ ആർക്ക് വരയ്ക്കുക, ഈ ബിയിൽ നിന്നൊരു 5 സെന്റിമീറ്റർ ആർക്ക് വരയ്ക്കുക. രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന പോയിന്റ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ഈ ബേസ് ട്രയാങ്കിൾ കിട്ടും. ഓക്കെ, ഇനി മേലത്തെ ട്രയാങ്കിൾ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് മേലേക്ക് ഒരു 2 സെന്റിമീറ്റർ വരയ്ക്കുക, ഇവിടെ നിന്ന് ഇവിടേക്ക് ഒരു 4 സെന്റിമീറ്റർ വരയ്ക്കുക. നമ്മളിതാ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ക്വാഡ്രാറ്ററിൽ ഫോം ചെയ്യാൻ പറ്റും. 2 ട്രയാങ്കിൾസ് വരച്ചാൽ മതി. അപ്പോൾ അതേപോലെ നമുക്ക് ഇത് കിട്ടും, ക്വാഡ്രിലാറ്ററൽ ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി നോക്കിക്കോ, വീണ്ടും നമ്മുടെ ഐഡന്റിറ്റി ബേസ്ഡ് ആണ്. x plus y whole square plus x minus y whole square equal to 2 into x square plus y square. അത് അവർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, ഇവിടെ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. 3 plus y whole square plus dash square equal to 2 into 3 square plus y square. അപ്പോൾ ഇവിടെ എന്താ വരേണ്ടത്, ഇവിടെ ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിക്കേ, x plus y whole square. അപ്പോൾ ഇവിടെ x ന് പകരം 3 ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ x ന് പകരം 3 ഇടുക, y ക്ക് പകരം y തന്നെ. അപ്പോൾ 3 minus y whole square എന്നാണ് വരിക. അടുത്ത നോക്കിക്കേ, അടുത്തതിൽ x ന് പകരം x തന്നെ, y ക്ക് പകരം 1 ഉണ്ട്. അപ്പോൾ ഇവിടെ എന്ത് വരും, x സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് വരും. ക്ലിയർ? ഇനി ഇവിടെ നോക്കിക്കേ, 21 സ്ക്വയർ പ്ലസ് 19 സ്ക്വയർ ഈക്വൽ ടു 2 ഇൻറ്റു ഡാഷ് പ്ലസ് ഡാഷ്. പറ്റിച്ചല്ലേ? അപ്പോൾ അവിടെ നോക്കിക്കേ, നമുക്ക് എന്താ വേണ്ടത്, ഇതുമായിട്ട് രണ്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കേ. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ആണ് 21 സ്ക്വയർ എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, എക്സ് പ്ലസ് വൈ ആണ് 21 എന്ന് എഴുതി വെക്കാം. ഇനി നോക്കിക്കേ, ഇവിടെ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ആണ് 19 സ്ക്വയർ അല്ലേ? അപ്പം എക്സ് മൈനസ് വൈ സ്ക്വയർ ആണ് 19 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് മൈനസ് വൈ ആണ് എന്ത്, 19. അപ്പോൾ ഇതും കൂടെ ഒന്ന് കമ്പയർ ചെയ്യുക. അവിടെ നമുക്ക് എക്സും വൈയും കണ്ടുപിടിക്കാൻ പറ്റും. നോക്കിക്കേ, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 21ഉം എക്സ് മൈനസ് വൈ ഈക്വൽ ടു 19 ആണ്. അപ്പോൾ ഇവിടുന്ന് ഞാൻ ജസ്റ്റ് എക്സ് ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യടാ, 19 പ്ലസ് വൈ എന്നിങ്ങനെ ജസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഈ എക്സിനെ ഇവിടെ കൊണ്ടിടാം. അവിടെ ഇട്ട് കഴിഞ്ഞാൽ 19 പ്ലസ് വൈ ഈക്വൽ ടു 21. അതായത് 2y ഈക്വൽ ടു 21 മൈനസ് 19. അപ്പോൾ y എന്ത് വരും, 2/2 1 വരും. എടാ y 1 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ നോക്കിക്കേ, ഇവിടെ നമുക്ക് y വാല്യൂ ഇട്ട് കൊടുക്കാം. എക്സ് പ്ലസ് 1 ഈക്വൽ ടു 21. അപ്പോൾ എക്സ് എത്രയാണ് അവിടെ വരുന്നത്, 20 വരും അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിക്കേ, 2 ഇൻറ്റു 20 പ്ലസ് 1, 20 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ആണ് വരേണ്ടത്. എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. ക്ലിയർ അല്ലേ മക്കളെ? ഇതാണ് നമുക്ക് ഉണ്ടായിരുന്നത്. ഇനി ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ, ഇതിൽ നമുക്ക് ഈ പാറ്റേൺ നോക്കിയിട്ട് അതേപോലെ ചെയ്യാനാണ്. അതായത് 1 ഇൻറ്റു 3 ഈക്വൽ ടു 1 പ്ലസ് 1 ഹോൾ സ്ക്വയർ മൈനസ് 1. 2 ഇൻറ്റു 4. അപ്പോൾ 1 പ്ലസ് 2 ചെയ്താലാണ് നമുക്ക് 3 കിട്ടുക. 2 പ്ലസ് 2 ചെയ്താലാണ് 4 കിട്ടുക. 3 പ്ലസ് 2 ചെയ്താലാണ് 5 കിട്ടുക. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഇവിടെ നോക്കി, 3 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ ഈ 3 തന്നെയാണ് ഇവിടെ വരുന്നത്, പ്ലസ് 1 സ്ക്വയർ മൈനസ് 1. അപ്പോൾ 4 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ ഈ 4 ആണ് ഇവിടെ വരുന്നത്, പ്ലസ് 1 ഹോൾ സ്ക്വയർ മൈനസ് 1. അപ്പോൾ അതേപോലെ ഈ ആൻസേഴ്സ് എഴുതാം. അടുത്ത ലൈൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കി, 1 2 3 4 5 ആണ് അടുത്തത് വരുന്നത്. ഇവിടെയോ 3 4 5 6 7 ആണ് അടുത്ത് വരുന്നത്. അപ്പോൾ 5 ഇൻറ്റു 7 എന്തായിരിക്കും, 5 പ്ലസ് 1 ഹോൾ സ്ക്വയർ മൈനസ് 1. ഓക്കെ, ഇവിടുന്ന് അതേ ഫോർമാറ്റിലേക്ക് നമ്മൾ എഴുതുക ചെയ്തത്. അപ്പോൾ 10 ഇൻറ്റു 12 ആണെങ്കിൽ എന്ത് വരും, ഇവിടെ എന്താ വരണ്ടേ, 10 പ്ലസ് 1 ഹോൾ സ്ക്വയർ മൈനസ് 1 അല്ലേ? ഇവിടെ 4 വന്നപ്പോൾ ഇവിടെ 4 അല്ലേ വന്നേ? അപ്പോൾ അതേപോലെ ഇവിടെ 10 വന്നു കഴിഞ്ഞാൽ ഇവിടെയും 10 ആണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 13 ഇൻറ്റു എന്താ വരിക, 13 പ്ലസ് 2 വേണം. അപ്പോൾ 15 വരും അല്ലേ? 13 പ്ലസ് ഇവിടെ നോക്കി 4 വന്നപ്പോൾ 6 അല്ലേ വന്നത്? അപ്പോൾ അതേപോലെ 13 വന്നപ്പോൾ 15 വരണം. ഇനി എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 ഈക്വൽ ടു എക്സ് പ്ലസ് 1 വരണം. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഓക്കെ, സോ മക്കളെ, ഇത്രയുമായിരുന്നു നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. എല്ലാവർക്കും അടിപൊളിയായിട്ട് ഈ പരീക്ഷ എഴുതാൻ പറ്റിയെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനിയുള്ള ഭാഗങ്ങളിലേക്കും ഇനിയുള്ള പരീക്ഷകളിലൊക്കെ എജ്യൂപോർട്ട് കട്ടയ്ക്ക് തന്നെ കൂടെയുണ്ട്. ബാക്കിയുള്ള വീഡിയോസിലും പരിപാടികൾക്കൊക്കെ ആയിട്ട് കാണാം. ബൈ.